ഇപ്പൊ കേൾക്കുന്നില്ലേ? ഓക്കെ, നെറ്റ് അവിടെ ഗുഡ് മോർണിംഗ്. ഓക്കെ, നമ്മ ഇന്നലെ പഠിച്ച പാഠം ഫസ്റ്റ് വിദ്യ തന്നെ മഹാധനം എന്നാണ് അല്ലെ. അപ്പൊ വിദ്യ ആണ് മഹാധനമായിട്ടുള്ളത് എന്നാണ് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അത്. ഓക്കെ, അപ്പൊ നമ്മള് ഇന്ന് ഒന്നുകൂടി അതൊന്ന് പറയുന്നു. ഇന്നലെ കുറച്ച് ലൈൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു, അതിന്റെ ബാലൻസ് ആണ് ഇന്ന് പഠിക്കേണ്ടത്. പക്ഷെ നമ്മൾ ആദ്യം മുതൽ ഒന്ന് തുടങ്ങുന്നു കേട്ടോ. വിത്തം എന്തിനു മർത്യന് വിദ്യ കൈവശമാവുകിൽ വെണ്ണയുണ്ടെങ്കിൽ നറുനെയ് വേറിട്ടു കരുതേണമോ. വിദ്യ വിട്ടു നരന്നാമോ വിശ്വംഭരിയിൽ വാഴുവാൻ ആയുധം കയ്യിലില്ലാത്തോ നടരാടുന്നതെങ്ങനെ. പിന്നെയോ, പുറങ്കണ്ണു തുറപ്പിപ്പൂ പുലർവേളയിൽ അംശുമാൻ അകക്കണ്ണു തുറപ്പിക്കാൻ ആശാൻ ബാല്യത്തിലെത്തണം. അന്നമേകുന്നവൻ മോദമപ്പോൾ മാത്രം അണച്ചിടും ആജീവനാന്തമാനന്ദമരുളും വിദ്യ നൽകുവോൻ. അതുവരെയാണ് നമ്മൾ ഇന്നലെ പഠിച്ച ഭാഗം അല്ലെ. ഓക്കെ, എന്തായി പറഞ്ഞത്? വിദ്യ നൽകുന്നവൻ, അതായത് ഗുരു, ആജീവനാന്തം, അതായത് ജീവിതാവസാനം വരെ ആനന്ദത്തിലായിരിക്കും അല്ലെ, അവർക്ക് ആനന്ദം ഉണ്ടാവും. അന്നം കൊടുക്കുന്നവനോ ആ ഒരു സമയത്തായിരിക്കും നമുക്ക് സന്തോഷം ഉണ്ടാവുന്നത് അല്ലെ. അപ്പോ വിദ്യ നൽകുന്ന ഒരാൾക്ക് എന്ത് ചെയ്യും? ജീവിതാവസാനം വരെ ആ സന്തോഷം ഉണ്ടാവും അല്ലെ. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അപ്പൊ ഇന്നലെ. പിന്നെ എന്താ പറഞ്ഞത്? കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കുന്തോറുമേറിടും. ആ ലൈനായി നമുക്ക് പഠിക്കേണ്ടത്. കൊണ്ടുപോകില്ല ചോരന്മാർ. ചോരന്മാർ എന്ന് പറഞ്ഞാൽ ആരാ? കള്ളന്മാർ അല്ലെ. കള്ളന്മാർ കൊണ്ടുപോകില്ല എന്ത്? നമ്മുടെ അറിവ് കൊണ്ടുപോകില്ല അല്ലെ. ഓക്കെ, കള്ളന്മാർ ധനം വേണമെങ്കിൽ കട്ടുകൊണ്ടുപോകും അല്ലെ, സമ്പത്ത് കൊണ്ടുപോകും, കട്ടുകൊണ്ടുപോകും. പക്ഷെ അറിവൊരിക്കലും കള്ളന്മാർക്കും കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോ കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കുന്തോറും ഏറിടും. എന്ത് ചെയ്യും? അറിവ് നമുക്ക് എന്താ ചെയ്യാ? ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ഷെയർ ചെയ്താൽ നമുക്കത് കൂടുകയേ ഉള്ളൂ അറിവ് അല്ലെ. സമ്പത്താണെങ്കിൽ എന്ത് ചെയ്യും? അത് കുറഞ്ഞു പോകും അല്ലെ. പക്ഷെ അറിവ്, അതായത് വിദ്യ കൊടുക്കുന്തോറും ഏറിടും. കൊടുക്കുന്തോറും എന്ത് ചെയ്യും? നമ്മളെ വിദ്യ, നമ്മളെ അറിവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുക അല്ലെ. ഓക്കെ, പിന്നെന്താ പറയുന്നത്? മേന്മ നൽകും മരിച്ചാലും വിദ്യ തന്നെ മഹാധനം. എന്ത് ചെയ്യും? മരിച്ചാൽ എന്ത് ചെയ്യും? ഓക്കെ, വിദ്യ നൽകുന്നവന് ജീവിതാവസാനം വരെ സന്തോഷം ലഭിക്കും എന്ന് പറഞ്ഞു. പിന്നെ അറിവ് കള്ളന്മാർ കൊണ്ടുപോകുന്നില്ല, പകരം കൊടുക്കുന്തോറും നമ്മൾക്ക് വർദ്ധിക്കുന്നതാണ് അല്ലെ, കൂടി വരുന്ന സാധനമാണ് അറിവ്. ഓക്കെ, പിന്നെന്താ? ആഷിഖ് ഷാജി ഗുഡ് മോർണിംഗ്. ഓക്കെ, മരിച്ചാലും അറിവാണ് ഏറ്റവും വലിയ സമ്പത്ത് നമുക്ക് അല്ലെ. നല്ല വിദ്യ, അതായത് അറിവുള്ളവൻ മരിച്ചാലും എന്താണ്? അത് പറഞ്ഞുകൊണ്ടിരിക്കും അല്ലെ, അവൻ നല്ല അറിവുള്ള ഒരാളായിരുന്നു, അല്ലെങ്കിൽ അത് അയാൾ എന്ത് ഇന്ന വർക്ക് ചെയ്ത ആളാണെന്ന് പറയും, നല്ല അറിവുള്ളവനാണെങ്കിൽ. ഓക്കെ, പിന്നെയോ, പിന്നത്തെ വരി എന്താ പറയുന്നത്? കൊടുക്കുന്തോറും ഏറിടും മേന്മ നൽകും മരിച്ചാലും വിദ്യ തന്നെ മഹാധനം. അതാണ് നമ്മളെ ഹെഡിങ്ങും അല്ലെ, പാഠത്തിന്റെ പേരും വിദ്യ തന്നെ മഹാധനം. വിദ്യ തന്നെ പരം നേത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവാണ് ശരിക്കുള്ള കണ്ണ് അല്ലെ. നമ്മുടെ കണ്ണ് അറിവാണ്. കേൾക്കുന്നില്ലേ ഷോണിന്? ബാക്കി എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ, ഇല്ല കേൾക്കുന്നില്ല. ഷോണിന് കേൾക്കുന്നില്ലേ മോനെ? നല്ല ക്ലിയറിലാണല്ലോ ക്ലാസ് പോകുന്നത് ഇപ്പോ. ഓക്കെ അല്ലേ? ഓക്കെ, ശ്രേയ, ആൻമരി ഓക്കെ, ആഷിഖ് ഷാജി ഓക്കെ ആണോ? അലൻ, ഷോണിന് കേൾക്കുന്നില്ലേ മോനെ? കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ ഷോണിന്? കേൾക്കുന്നുണ്ടോ ഷോൺ? ഓക്കെ, ഇല്ല, എന്ത് പറ്റിയടാ അത്? ഇല്ല കേൾക്കുന്നില്ല. ശ്രദ്ധിച്ചിരിക്കേ. അപ്പോ വിത്തമെന്തിനു മർത്യന് വിദ്യ കൈവശമാവുകൽ. വിത്തം എന്തിനാണ് മർത്യന്? ധനം എന്തിനാണ്? വിദ്യ കൈവശമുള്ളവർക്ക്, അതായത് അറിവ് കൈവശമുള്ളവർക്ക് വിത്തം, അതായത് ധനത്തിന്റെ. ഷോൺ ഇവിടെ ശ്രദ്ധിക്കുമോനെ, അപ്പൊ കേൾക്കും, ക്ലിയർ ആവും.
ഓക്കെ. അപ്പോ വിത്തമെന്തിന്നു മർത്യന് വിദ്യ കൈവശമാവുകിൽ വെണ്ണയുണ്ടെങ്കിൽ നറുനെയ് വേറിട്ടു കരുതേണമോ. വെണ്ണ കൈവശമുള്ളവർക്ക് നറുനെയ് വേറിട്ട് കരുതണ്ട. അതുപോലെയാണ് എന്ത്, അറിവ് കൈവശമുള്ളവർക്ക് ധനത്തിന്റെ ആവശ്യമില്ല. പിന്നെയോ വിദ്യ വിട്ട് നരന്നാമോ വിശ്വംഭരിയിൽ വാഴുവാൻ. അതായത് വിദ്യ വിട്ട്, അറിവ് വിട്ടിട്ട് നരനെ ഈ ഭൂമിയിൽ വാഴാനാകില്ല, അതായത് ജീവിക്കാനാകില്ല അല്ലെ. ഓക്കെ. പിന്നെയോ ആയുധം കയ്യിലില്ലാത്തോൻ അടരാടുന്നതെങ്ങനെ. ആയുധം, അതായത് നമുക്കൊരു പോരാടണമെങ്കിൽ നമുക്ക് ആയുധം വേണം അല്ലേ. ഓക്കെ. അപ്പൊ യുദ്ധം ചെയ്യാനാവില്ല, ആയുധം ഇല്ലാത്തവനെ യുദ്ധം ചെയ്യാനാവില്ല. നെക്സ്റ്റ് എന്താ പറയുന്നത്, പുറംകണ്ണു തുറപ്പിപ്പൂ പുലർവേളയിൽ അംശുമാൻ. പുറംകണ്ണ് തുറപ്പിക്കുന്നുണ്ട് ആര്, അംശുമാൻ എന്ന് പറഞ്ഞ സൂര്യൻ. സൂര്യൻ നമ്മുടെ പുറംകണ്ണ് തുറപ്പിക്കുന്നു. അതുപോലെ അകക്കണ്ണ് തുറപ്പിക്കാൻ, അതായത് അകക്കണ്ണ് തുറപ്പിക്കാൻ ആശാൻ ബാല്യത്തിലെത്തണം. ആശാൻ എന്ന് പറഞ്ഞ ആരാ, ഗുരു അല്ലെ. ആശാൻ ബാല്യത്തിലെത്തണം. അപ്പൊ അത് നമുക്ക് ബാല്യത്തിൽ ഒരു ഗുരു വേണം അല്ലെ, നമ്മൾ അകക്കണ്ണ്, അതായത് അറിവ് നൽകാൻ, അറിവ് കിട്ടാൻ. ഓക്കെ. പിന്നെന്താ, അന്നമേകുന്നവൻ മോദമപ്പോൾ മാത്രം അണച്ചിടും ആജീവനാന്തമാനന്ദമരുളും വിദ്യ നൽകുവോൻ. അതായത് വിദ്യ നൽകുന്ന ആൾക്ക് ആജീവനാന്തം, ജീവിതാവസാനം വരെ. ആജീവനാന്തം എന്ന് പറഞ്ഞാൽ എന്താ, ജീവിതാവസാനം വരെ സന്തോഷം ഉണ്ടാവും. പക്ഷെ അന്നം കൊടുക്കുന്ന ഒരാൾക്ക്, അന്നം കൊടുക്കുന്നത് നല്ല കാര്യമാണ്, പക്ഷെ അന്നം കൊടുക്കുന്ന ഒരാൾക്ക് ആ ഒരു സമയത്തെ സന്തോഷം ഉണ്ടാവും അല്ലെ. അങ്ങനെയാ പറഞ്ഞത്. അന്നമേകുന്ന, എന്താ പറഞ്ഞേ, അന്നമേകുന്നവൻ മോദം അപ്പോൾ മാത്രം അടച്ചിടും, അപ്പോൾ മാത്രം മോദം ഉണ്ടാവും, സന്തോഷം. പിന്നെയോ ആജീവനാന്തമാനന്ദമരുളും വിദ്യ നൽകുവോൻ. വിദ്യ നൽകുന്നവനക്ക് ആജീവനാന്തം, അതായത് ജീവിതാവസാനം വരെ സന്തോഷം ഉണ്ടാവും. പിന്നെയോ കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കുന്തോറുമേറിടും. ചോരന്മാർ, കള്ളന്മാർ കൊണ്ടുപോകില്ല അറിവ്. സമ്പത്താണെങ്കിൽ അവര് കള്ളന്മാരെ കൊണ്ടുപോകും അല്ലെ. ചോരന്മാര്, കള്ളന്മാർ ഒരിക്കലും നമ്മുടെ അറിവ് കൊണ്ടുപോകുന്നില്ല. പിന്നെയോ കൊടുക്കുന്തോറും ഏറിടും മേന്മ നൽകും മരിച്ചാലും. കൊടുക്കുന്തോറും, അതായത് നമ്മൾ വേറൊരാൾക്ക് ഷെയർ ചെയ്യുന്നിടത്തോളം അത് നമുക്ക് വർദ്ധിച്ചു കൊണ്ടിരിക്കും. സമ്പത്താണെങ്കിലേ കള്ളന്മാർ കട്ട് കൊണ്ടുപോവുകയുള്ളൂ, കള്ളന്മാര് പിടിച്ചു എടുക്കുമല്ലോ അല്ലെ, കള്ളന്മാര് കൊണ്ടുപോകുള്ളൂ, അറിവ് കൊണ്ടുപോകില്ല എന്നാ പറയുന്നത്. പിന്നെയോ മേന്മ നൽകും മരിച്ചാലും വിദ്യ തന്നെ മഹാധനം. പിന്നെയോ വിദ്യ തന്നെ പരം നേത്രം. അറിവാണെന്ന്, അറിവ് ശരിക്കുമുള്ള ഒരു കണ്ണാണ് അറിവ് അല്ലെ. ഓക്കെ. പിന്നെയോ ബുദ്ധി തന്നെ പരം ധനം. ബുദ്ധി, ബുദ്ധിയാണ്, അതായത് അറിവാണ് ഏറ്റവും വലിയ സമ്പത്ത്. ധനം, പരം ധനം, ഏറ്റവും വലിയ സമ്പത്ത് ബുദ്ധി തന്നെയാണ്, അറിവ് തന്നെയാണ്. പിന്നെയോ ദയ തന്നെ പരം പുണ്യം. ദയാണ് ഏറ്റവും വലിയ പുണ്യം, ദയ ഏറ്റവും വലിയ പുണ്യാണ്. പിന്നെയോ ശമം തന്നെ പരം സുഖം. സന്തോഷമാണ് ഏറ്റവും സുഖകരമായിട്ടുള്ളത്. ആഷിഖ് ക്ലിയർ ഇല്ലേ മോനെ? ആഷിഖിന്റെ വീഡിയോയിലൊരു ക്ലിയർ ഇല്ലാതെയാണല്ലോ ഇതിൽ കാണുന്നത്. അപ്പോ നമ്മൾ പഠിക്കുന്ന ഫസ്റ്റ് പാഠം വിദ്യ തന്നെ മഹാധനം എന്നാണ് പാഠത്തിന്റെ പേര് അല്ലെ. വിദ്യയാണ് ഏറ്റവും മഹത്തായിട്ടുള്ളത് എന്നാണ് പറയുന്നത്. മഹത്തായ ധനം വിദ്യയാണെന്നാണ് പറയുന്നത്. ആഷിഖ് ക്ലിയർ ഇല്ലേ മോനെ? ആഷിഖ് ക്ലിയർ ഇല്ലേ മോനെ? പ്ലീസ് അൺമ്യൂട്ട് ആഷിഖ് പ്ലീസ് അൺമ്യൂട്ട്. ആഷിഖിന് ക്ലിയർ ഇല്ല. ഫെയ്ത്തും പോയോ? ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് വിത്തമെന്തിന്നു മർത്യന് വിദ്യ കൈവശമാവുകിൽ വെണ്ണയുണ്ടെങ്കിൽ നറുനെയ് വേറിട്ടു കരുതേണമോ. വിദ്യ വിട്ടു നരന്നാമോ വിശ്വംഭരിയിൽ വാഴുവാൻ. ആയുധൻ കയ്യിലില്ലാത്തോനടരാടുന്നതെങ്ങനെ. പുറംകണ്ണു തുറപ്പിപ്പൂ പുലർവേളയിൽ അംശുമാൻ. അകക്കണ്ണു തുറപ്പിക്കാൻ ആശാൻ ബാല്യത്തിലെത്തണം.
അന്നമേകുന്നവൻ മോദമപ്പോൾ മാത്രം അണച്ചിടും. ആ ജീവനാന്തമാനന്ദമരുളും വിദ്യ നൽകുവോൻ കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കുന്തോറുമേറിടും. മേന്മ നൽകും മരിച്ചാലും വിദ്യ തന്നെ മഹാധനം. വിദ്യ തന്നെ പരം നേത്രം, ബുദ്ധി തന്നെ പരം ധനം, ദയ തന്നെ പരം പുണ്യം, ശമം തന്നെ പരം സുഖം. ഈ കവിത ആരുടേതാണെന്നാ നമ്മൾ പറഞ്ഞത്? ഉള്ളൂരിന്റെ അല്ലേ? ഉള്ളൂരിന്റെയാണ്. വിദ്യ തന്നെ മഹാധനം. അപ്പൊ ഇതിലെല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടോ ഇത്? എനി ഡൗട്ട്? ആർക്കെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ. അപ്പൊ ഇതിലെ അർത്ഥം വിത്തം ധനം, മർത്യൻ മനുഷ്യൻ, പിന്നെന്താ വിദ്യ വിട്ടു. അപ്പൊ ആദ്യത്തെ ലൈനിലെ വിത്തം, ഓക്കെ, ധനം. ആയുധം വിശ്വംഭരി ഭൂമി, പുറംകണ്ണു അംശുമാൻ സൂര്യൻ, അകക്കണ്ണ് പറഞ്ഞാൽ അറിയാം, പുറംകണ്ണ് അതിൽ നിങ്ങൾക്ക് അറിയാലോ. പിന്നെന്താ ആജീവനാന്തം ജീവിതാവസാനം വരെ, ചോരന്മാർ കള്ളന്മാർ, പിന്നെയോ നേത്രം കണ്ണ്, എല്ലാം അറിയുന്നതാണ് അല്ലേ? ഓക്കെ. അപ്പൊ ഉള്ളൂരിന്റെ വിദ്യ തന്നെ മഹാധനം എന്ന കവിതയാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഒന്നുകൂടി അർത്ഥം പറയണമെങ്കിൽ പറയാ. എന്തെങ്കിലും പറയാനുണ്ടോ ഫെയ്ത്തെ? മനസ്സിലായോ എല്ലാവർക്കും? എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ. ശ്രേയക്ക് മനസ്സിലായില്ലേ? ശ്രേയ? ഓക്കെ. അലൻ? ഓക്കെ. ഫെയ്ത്തിനും മനസ്സിലായി അല്ലേ? അപ്പോ ഒന്നുകൂടി ഇത് പാടാ. ഇന്ന് പാടണം എല്ലാവരും. പാടാൻ പഠിച്ചിട്ടുണ്ടോ എല്ലാവരും? ഇന്ന് എല്ലാവരും വായിക്കാൻ പഠിച്ചോ ഇത് പാട്ടേ? നമുക്ക് കുറച്ച് ലൈൻസ് കാണാതെ പഠിക്കേണ്ടിയായിരിക്കും. അപ്പൊ എല്ലാവരും ഇത് പഠിക്കണം. ഓക്കെ. അപ്പോ വിത്തമെന്തിനും അർത്യന്നു വിദ്യ കൈവശമാവുകിൽ വെണ്ണയുണ്ടെങ്കിൽ നറുനെയ് വേറിട്ടു കരുതേണമോ. വിദ്യ വിട്ട് നരന്നാമോ വിശ്വംഭരിയിൽ വാഴുവാൻ ആയുധം കയ്യിലില്ലാത്തോ നടരാടുന്നതെങ്ങനെ. പുറംകണ്ണു തുറപ്പിപ്പു പുലർവേളയിൽ അംശുമാൻ അകക്കണ്ണു തുറപ്പിക്കാൻ ആശാൻ ബാല്യത്തിലെത്തണം. അന്നമേകുന്നവൻ മോദമപ്പോൾ മാത്രം അണച്ചിടും. ആ ജീവനാന്തമാനന്ദം അരുളും വിദ്യ നൽകുവോൻ കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കുന്തോറുമേറിടും. മേന്മ നൽകും മരിച്ചാലും വിദ്യ തന്നെ മഹാധനം. വിദ്യ തന്നെ പരം നേത്രം, ബുദ്ധി തന്നെ പരം ധനം, ദയ തന്നെ പരം പുണ്യം, ശമം തന്നെ പരം സുഖം. ഇത്രയാണ് പാട്ട്. ഓക്കെ. ഇതിന്റെ എല്ലാം മീനിങ് അറിയോ? എന്താ ഫെയ്ത്തെ? ഒന്നുമില്ലേ? ഓക്കെ. അപ്പൊ ആരാ ഇന്നത് പാടുന്നത്? നല്ല നീറ്റില് നല്ല രീതിയിൽ പാടുന്നാരാ? ആരാ ഫെയ്ത്തെ പാടിക്കണ്ടേ? എല്ലാരും പാടിക്കണം. ശ്രേയ എന്തോ പറയുന്നുണ്ട്. ആൻമേരീനെ പാടിക്കാനായിരിക്കും. ശ്രേയ പ്ലീസ് അൺമ്യൂട്ട്. ശ്രേയ. ഞാൻ അൺമ്യൂട്ടിലാ ടീച്ചറെ. ശ്രേയ അൺമ്യൂട്ടിലല്ലോ ഇവിടെ. എന്റെ അടുത്ത് അൺമ്യൂട്ടില. അതെ അല്ലേ? അപ്പൊ ആൻമേരിയ പാടും. പാടും. ആൻമേരിയ. ന്യായം വേണ്ട, ആൻമേരി പാടൂ. അങ്ങനല്ലേ, ഫെയ്ത്ത് പാടും. ഒന്ന് പാട്. അയ്യോ. ഓക്കെ. അല്ല ആൻമേരി നമുക്ക് എല്ലാരും പഠിപ്പിക്കും. അയ്യോ വേണ്ടേ. ആരും ഇന്ന് ഓക്കെ. ആൻമേരിയ സ്റ്റാർട്ട്. പഠിക്കോ. 1 2 3 സ്റ്റാർട്ട്. തുടങ്ങിയല്ലേ? ക്ലിയർ ആവുന്നില്ലല്ലോ. ക്ലിയർ തന്നെ, പാടിക്കോളൂ. പറഞ്ഞ പോരെ.
ഓക്കെ, ആ ആൻമരിയ പറഞ്ഞാൽ മതി. എന്നാലും അത് പാട്ടായിരിക്കും അല്ലെ ഫെയ്ത്തെ? ഓക്കെ. വിത്തമിന്തിനു മത്തിന് വിദ്യ കൈവശമാകുകയും വെണ്ണയുണ്ടെങ്കിൽ നിറഞ്ഞേ വേറിട്ട് ഇത് കരുതണമോ? ശരിയല്ല കേട്ടാ. ഒരു മ്യൂസിക് കാര്യം ഇങ്ങനെ ഉണ്ടാവും, ഒരു പാട്ട് പാടുക. ഓക്കെ, ആ ഒന്ന് പാടിയ രീതിയിൽ നോക്കട്ടെ, എങ്ങനെയുണ്ട് നോക്കാനാ മിസ്. വിത്തം എന്തിനു പാട്? ആൻമരിയ അൺമ്യൂട്ട്. ആൻമരിയ പാട്. വിത്തമിന്തിനു മത്തിന് വിദ്യ കൈവശമാകുകിൽ വെണ്ണയുണ്ടെങ്കിൽ നിറഞ്ഞേ വേറിട്ട് കരുതണമോ? വിദ്യ വിട്ടും നരനാമോ വിശ്വംഭരിയിൽ വാഴുവാൻ? ആയുധം കയ്യിലില്ലാത്തോൻ അടരാടുന്നതെങ്ങനെ? പുറംകണ്ണ് തുറപ്പിപ്പു പുലർവേളയിൽ അംശുമാൻ, അകക്കണ്ണ് തുറപ്പിക്കാൻ ആശാൻ ബാല്യത്തിലെത്തണം. അന്നമേകുന്നവൻ മോദം മാത്രമണച്ചിടും ആജീവനാന്തമാനന്ദമരുളും വിദ്യ നൽകുവാൻ. കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കും തോറുമേറിടും മേന്മ നൽകും മരിച്ചാലും വിദ്യ തന്നെ മഹാധനം. വിദ്യ തന്നെ പരം നേത്രം, ബുദ്ധി തന്നെ പരം ധനം, ദയ തന്നെ പരം പുണ്യം, ശമം തന്നെ പരം സുഖം. ഓക്കെ, നെക്സ്റ്റ്. ഗുഡ്. നെക്സ്റ്റ് ആരാ പാടുന്നേ? ഫെയ്ത്ത് അല്ലേ? ഓക്കെ, ഫെയ്ത്ത് അൺമ്യൂട്ട്. മിസ് എന്റെ കയ്യിൽ ബുക്കില്ല. ഇതൊരു എക്സ്ക്യൂസ് ആണല്ലോ. ശ്രേയ, ശ്രേയ പ്ലീസ് അൺമ്യൂട്ട്. ശ്രേയ. ഓക്കെ, അൺമ്യൂട്ട്. ആ മിസ് ഞാൻ തന്നെ പാടുന്നു. ഓക്കെ, നമ്മളെ ടൈം തീരാറായി, നമ്മളെ ക്ലാസ് കഴിയാറായി. നല്ല രീതിയിലൊന്ന് പാടിയേ. പാടണോ? ആ, നീ പറയോ പാടോ എന്തെങ്കിലും ചെയ്തോ, കുഴപ്പമില്ല. വിത്തമെന്തിനു മർത്യന് വിദ്യ കൈവശമാവുകിൽ വെണ്ണയുണ്ടെങ്കിൽ നറുനെയ് വേറിട്ടു കരുതേണമോ? വിദ്യ വിട്ടു നരനാമോ വിശ്വംഭരിയിൽ വാഴുവാൻ? ആയുധം കയ്യിലില്ലാത്തോ നടരാടുന്നതെങ്ങനെ? പുറം കണ്ണു തുറപ്പിപ്പു പുലർവേളയിൽ അംശുമാൻ, അകക്കണ്ണു തുറപ്പിക്കാൻ ആശാൻ ബാല്യത്തിലെത്തണം. അന്നമേകുന്നവൻ മോദമപ്പോൾ മാത്രമണച്ചിടും ആജീവനാന്തമാനന്ദമരുളും വിദ്യ നൽകുവോൻ. കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കും തോറുമേറിടും മേന്മ നൽകും മരിച്ചാലും വിദ്യ തന്നെ മഹാധനം. വിദ്യ തന്നെ പരം നേത്രം, ബുദ്ധി തന്നെ പരന്തനം, ദയ തന്നെ പരം പുണ്യം, ശമം തന്നെ പരം സുഖം. ഓക്കെ, ഗുഡ്. ഇത്ര നന്നായി വായിക്കാൻ അറിയാം അല്ലേ? ഗുഡ് ഗുഡ് സ്റ്റുഡന്റ് ആണേ എല്ലാവരും. നെക്സ്റ്റ് അലൻ, പ്ലീസ് അൺമ്യൂട്ട്. അലൻ. ടെക്സ്റ്റ് ബുക്ക് നാളെ മുതൽ കമ്പൽസറി നമുക്ക് കേട്ടോ. നാളെ നിർബന്ധമായും ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവണം. ഓക്കെ, ഇന്ന് തന്നെ നിങ്ങളുടെ പുളിങ്ങോത്ത് സ്കൂളില് ടെക്സ്റ്റ് ബുക്ക് വിതരണം നടക്കുന്നുണ്ട് കേട്ടോ. പഴയതായാലും വേണ്ടിയില്ല, പക്ഷെ കമ്പൽസറിയാണ്. ഓക്കെ അലൻ? ഓക്കെ, അപ്പൊ നമ്മുടെ ടൈം തീരാറായിട്ടുണ്ട്. നമ്മൾ ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാ തുടങ്ങിയത് അല്ലേ? ഓക്കെ, എന്തൊക്കെയുണ്ട് പിന്നെ? അപ്പൊ ഇത് നല്ല പോലെ വായിക്കണം, ഈ പാഠം നല്ല പോലെ വായിക്കണം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒന്ന് അർത്ഥത്തിലേക്ക് പോവാം. നേരെ പുറകിൽ അടുത്ത പേജ് എന്താണ്? ഇപ്പൊ വിദ്യയുടെ മഹാത്മ്യത്തെ പറ്റിയാണ് നമ്മൾ പഠിച്ചു. വിദ്യയാണ് മഹാധനം എന്ന് നമ്മൾ പഠിച്ചു അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം? എല്ലാവരും അറിവ് നേടണം. ഇന്നലെ ഞാൻ പറഞ്ഞ വായന എല്ലാവരും സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ടോ? ഉണ്ടോ? ഇന്ന് രാവിലെ ന്യൂസ് പേപ്പർ വായിച്ചോ എല്ലാരും? ഇല്ലേ? ഇന്നലെ വായനാ ദിനായിരുന്നില്ലേ? നമ്മൾ ഇന്നലെ ഒരു പ്രതിജ്ഞ എടുത്തില്ലേ? ഇനി മുതൽ എല്ലാ നല്ല പോലെ വായിക്കും, വായിച്ച് വളരും, നല്ല പുസ്തകങ്ങൾ വായിക്കും, ചിന്താശക്തി വർദ്ധിപ്പിക്കും. ഇതൊക്കെ ഇന്നലെ പറഞ്ഞതാണ് മിസ് അല്ലേ? അപ്പൊ എല്ലാരും ഇന്ന് വായിച്ച് വളർന്നിട്ടാ?
അപ്പൊ നമ്മൾ ഇന്ന് ഫസ്റ്റ് പാഠത്തിൽ നമ്മൾ 7ാം ക്ലാസ്സിലെ ഫസ്റ്റ് പാഠത്തിൽ എന്താ പഠിച്ചത്? വിദ്യയാണ് മഹാധനം എന്നൊരു അറിവ് കിട്ടി നമുക്ക്. അപ്പൊ എന്ത് ചെയ്യണം? വിദ്യ തേടാനുള്ള ഒരു ത്വരയായിരിക്കണം ഇനി നമുക്ക് ജീവിതത്തിൽ, അല്ലെ? എപ്പോഴും നമ്മള് വിദ്യ തേടാനുള്ള ഒരു കുതിപ്പിലായിരിക്കണം മുന്നോട്ടുള്ള ദിവസങ്ങൾ, അല്ലെ? ഓക്കെ. അപ്പൊ ഇനി ഇതൊക്കെ നമ്മൾ പഠിച്ചിങ്ങനെ വിടുന്നതല്ല, നമ്മുടെ ജീവിതത്തിൽ ഓരോ പുതിയ അറിവ് കിട്ടുന്നതാണ്. എന്ന് വിദ്യയാണ് മഹാധനം എന്ന്. അപ്പൊ എന്ത് ചെയ്യണം? സമ്പത്തും മറ്റൊന്നുമല്ലോ അല്ല കാര്യം, വിദ്യ വേണം കാര്യമായിട്ട്. അപ്പൊ വിദ്യ ഉണ്ടെങ്കിൽ താനെ നമ്മളുടെ എല്ലാം നമുക്ക് സ്വന്തമായി വന്നോളും. അറിവുണ്ടായാൽ, അതായത് നല്ലപോലെ പഠിച്ച് നല്ല ജോലിയൊക്കെ സമ്പാദിച്ച് നല്ല കുട്ടികളായി വളരണം, അല്ലേ? ഓക്കെ. ആർക്കും ഇല്ലേ? അപ്പൊ നമ്മളെ നെക്സ്റ്റ് പേജില് ഉള്ളൂരിനെ കുറിച്ച് നമ്മൾ അന്നേ പറഞ്ഞതാണ്. നെക്സ്റ്റ് നമുക്ക് അർത്ഥം, മീനിങ് ഉണ്ട്. ഓക്കെ. ഇന്ന് എല്ലാവരും നോട്ട്ബുക്ക് എടുത്തിട്ട് ചൂലൈൻ നോട്ട്ബുക്കില് ഫസ്റ്റ് പാഠം കേൾക്കുന്നില്ല എല്ലാവർക്കും? ഇന്നത്തെ നമ്മളെ ഹോംവർക്ക് എന്താണ്? എല്ലാവരും പാഠം 1 വിദ്യ തന്നെ മഹാധനം എന്ന് ഹെഡിങ് എഴുതിയിട്ട് എന്ത് ചെയ്യണം? വിത്തം, ധനം, മർത്യൻ, ആരാ? മനുഷ്യൻ, വിശ്വംഭരി, ഭൂമി, ഈ ടെക്സ്റ്റിലുണ്ട് ഓൾറെഡി. അതെല്ലാവരും നോട്ടിൽ നല്ല നീറ്റ് ആയിട്ട് എഴുതണം. ചൂലൈൻ നോട്ട്ബുക്കാണ് നമുക്ക് മലയാളത്തിനല്ലേ? അപ്പൊ അതിൽ ടച്ച് ചെയ്ത് എഴുതണം. ഓക്കെ. 2 ലൈനിലും. ആൻമരിയ കേൾക്കുന്നില്ലേ മോളെ? കേൾക്കുന്നില്ലേ? അലന് കേൾക്കുന്നില്ലേ? അലൻ? ഓക്കെ. അപ്പോ നമ്മൾ ഇന്ന് ഫസ്റ്റ് പഠിച്ച പാഠത്തിന്റെ അർത്ഥം എല്ലാവരും എഴുതിയെടുക്കണം. ഇന്നത്തെ ഹോംവർക്ക് അതാണ്, അർത്ഥം എഴുതിയെടുക്കണം. ഓക്കെ. ഇന്ന് കൈകാണിച്ച് എല്ലാവരും. ഓക്കെ. അർത്ഥം എഴുതി വെക്കണം നല്ല നീറ്റ്. അപ്പൊ ഇന്ന് അർത്ഥം എഴുതിയാൽ മതി. നാളെ നമുക്ക് പര്യായപദം ഇതൊക്കെ എഴുതണം. അങ്ങനെ ഓരോന്ന് എഴുതി ക്വസ്റ്റ്യൻ ആൻസർ എഴുതിത്തരാം കേട്ടോ. ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയിട്ട് മൊബൈലിൽ വാട്സപ്പ് ചെയ്തുതരാം. ഓക്കെ. അപ്പോ നമ്മുടെ സമയം ഏകദേശം തീരാറായി. ഇന്ന് നമ്മൾ നല്ലൊരു കാര്യം പഠിച്ചു. ഫസ്റ്റ് ലെസൺ വിദ്യയാണ് മഹാധനം എന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ ഇതൊക്കെ നമ്മൾ പഠിക്കുന്ന നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാനാണ്, അല്ലേ? ഓക്കെ. അപ്പോ നമ്മള് വിദ്യ തന്നെ മഹാധനം എന്ന് ഒരറിവ് നമുക്ക് ലഭിച്ചു, അല്ലേ അലൻ? അല്ലേ വീത്തേ? ഓക്കെ. അപ്പൊ എല്ലാവരും ദിവസവും വായിക്കണം. നല്ല കുട്ടികളായിട്ട് വായിച്ച് വളരണം. ഓക്കെ. വായനയിലൂടെ കിട്ടുന്ന അറിവ് നല്ലൊരു അറിവാണ്. നമ്മൾ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു അറിവ് ലഭിക്കും. അത് നല്ല പുസ്തകങ്ങൾ തന്നെ വായിക്കണം. ഓക്കെ. പിന്നെ എല്ലാവരും അർത്ഥം എഴുതിയെടുക്കുമല്ലോ? ഓക്കെ. അപ്പൊ നോട്ടില് പാഠം 1 വിദ്യ തന്നെ മഹാധനം എന്ന ഹെഡിങ് എഴുതുക. അപ്പൊ അർത്ഥം എഴുതുക. അപ്പൊ മിസ് അത് വാട്സാപ്പിൽ സെൻഡ് ചെയ്ത് തരണോ? ഇനി അർത്ഥം വേണ്ടല്ലോ, ഇതിലുണ്ടല്ലോ. ഓക്കെ. അപ്പൊ അർത്ഥം എഴുതുക. എന്നിട്ട് ഈ അർത്ഥം നോക്കി എഴുതണം. അത് കഴിഞ്ഞിട്ട് താഴെ പര്യായം ഉണ്ട്. പിന്നെ ഇത് നമ്മൾ നാളെ നമുക്ക് വായിക്കാം. അർത്ഥം മനസ്സിലായില്ലേ? എല്ലാം ഇതിലുള്ളത് വായിക്കാൻ കേട്ടോ. അടരാടുക, പോരാടുക, യുദ്ധം ചെയ്യുക, അകക്കണ്ണ്, മനസ്സ്, അംശുമാൻ, സൂര്യൻ, അന്നം, ഭക്ഷണം, മോദം, സന്തോഷം, അണയ്ക്കുക, ചേർക്കുക, മേനി, ശരീരം, ആജീവനാന്തം, ജീവിതകാലം മുഴുവൻ, ചോരൻ, കള്ളൻ, ശമം, നിയന്ത്രണം, ശാന്തി, പരം, ഏറ്റവും ശ്രേഷ്ഠമായ. ഓക്കെ. അപ്പോ എല്ലാവരും ഇത് എഴുതിയെടുക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ. ഓക്കെ. താങ്ക് യു. അപ്പോൾ നാളെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനി കാണാം, അല്ലേ? അപ്പോഴേക്കും എല്ലാവരും ഇത് എഴുതിയെടുക്കണം. ഓക്കെ. ബൈ. സി യു നെക്സ്റ്റ് ക്ലാസ്.